നടൻ ജയസൂര്യക്കെതിരായ ആദ്യ കേസിന്റെ അന്വേഷണത്തിൽ പ്രതിസന്ധി. സെക്രട്ടേറിയറ്റിലെ രേഖകൾ ലഭിക്കുന്നത് വൈകുന്നു. 2008 സിനിമ ചിത്രീകരണത്തിന് അനുമതി നൽകിയ രേഖകളാണ് ആവശ്യപ്പെട്ടത്. സംവിധായകൻ ബാലചന്ദ്രമേനോന്റെ മൊഴിയും ഉടൻ രേഖപ്പെടുത്തും. വിവരങ്ങളുമായി രശ്മി കാർത്തിക് ചേരുന്നു. രശ്മി, ഇപ്പോൾ ജയസൂര്യക്കെതിരായ പരാതിയിന്മേലാണ് സെക്രട്ടേറിയറ്റിൽ നിന്നാണ് വളരെ പ്രധാനപ്പെട്ട രേഖകൾ ലഭിക്കേണ്ടത്. പക്ഷേ അത് ലഭിക്കാതെ വരുന്നു. അപ്പോൾ ഈ കേസ് കൂടുതൽ നീളും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രശ്മി കാർത്തിക. വിനോദ്, ജയസൂര്യക്കെതിരായ ആദ്യ കേസിലെ അന്വേഷണത്തിൽ പോലീസ് വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. 2008 സെക്രട്ടേറിയറ്റിൽ സിനിമാ ചിത്രീകരണത്തിന് അനുമതി നൽകിയ രേഖകൾ ഉൾപ്പെടെ പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. സർക്കാർ സ്വകാര്യ ഓഫീസുകളിൽ CCTV വിവരങ്ങൾ ഉൾപ്പെടെ 6 മാസത്തിൽ കൂടുതൽ സൂക്ഷിക്കാൻ മുൻപുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതാണ് പോലീസിന് വലിയ രീതിയിലുള്ള വെല്ലുവിളിയായി തുടരുന്നത് നിലവിൽ. അതുകൊണ്ട് തന്നെ ഈ വർഷങ്ങൾക്ക് മുൻപുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയില്ല. അതായത് 2008 വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസം നേരിടുമെന്നുള്ളതാണ് പൊതുഭരണ വകുപ്പ് ഇപ്പോൾ പോലീസിനെ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം. സിനിമാ ചിത്രീകരണത്തിനിടയിൽ സെക്രട്ടേറിയറ്റ് ഇടനാഴിയിൽ വെച്ച് ജയസൂര്യ കടന്നുപിടിച്ച് ചുംബിച്ചെന്നായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ. കഴിഞ്ഞ ദിവസം കരമന പോലീസിൽ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരുന്നു. സ്ത്രീപീഡനം ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി ആണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിക്രമത്തിനിരയായ നടി കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതിയും നൽകിയിരുന്നു. തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വെച്ച് പീഡിപ്പിച്ചെന്നാണ് ഈ ഒരു പരാതിയിൽ പറയുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ നടൻ സിദ്ദിഖിന്റെ വിഷയത്തിൽ നടൻ സിദ്ദിഖിനെതിരായ കേസിലും ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം സിദ്ദിഖിനെതിരായ തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു. ഈ കേസിന്റെ അന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ച് എസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. സിദ്ദിഖിനെ ചോദ്യം ചെയ്ത് തെളിവുകളിൽ വ്യക്തത വരുത്തിയാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസിന് കടക്കാനാകും. വിനോദ്, തീർച്ചയായും നടൻ ജയസൂര്യക്കെതിരായ പരാതിയിന്മേൽ പോലീസ് അതിൻ്റെ തെളിവെടുപ്പ് സാങ്കേതികപരമായി തടസ്സപ്പെടുകയാണ്. സെക്രട്ടേറിയറ്റിലെ രേഖകൾ ആവശ്യപ്പെട്ടുവെങ്കിലും അത് ഇപ്പോൾ വളരെ പെട്ടെന്ന് നൽകാൻ സെക്രട്ടേറിയറ്റ് അധികൃതർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ആ കേസ് കൂടുതൽ സങ്കീർണമാവുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക.